ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമുകൾക്ക് പ്രയോജനപ്പെടുന്ന എക്സലിൻ്റെ ക്ലാസ്സസ് ആണ് ഇന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ എക്സൽ എന്ന് പറയുമ്പം ഒരുപാട് പേർക്കൊക്കെ എന്താണ് കുറച്ച് ടഫ് അല്ലെങ്കിൽ കുറച്ച് പേടിയുള്ള ടോപ്പിക്കാണ് എക്സലിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് കാണുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അതിനകത്ത് മാത്തമാറ്റിക്കൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാത്തമാറ്റിക്സിനോടുള്ള പേടി കൂടുതൽ പേർക്കും എക്സലിൻ്റെ അടുത്തും ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആവുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് പോർഷൻസ് വരുന്ന ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളുടെ എക്സലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ്, അതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളുണ്ട്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെഷൻ വരുന്നത്. പിന്നെ വരുന്നത് എക്സൽ 2007 ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, ഇപ്പം സ്റ്റെനോഗ്രാഫർ ആണെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, അങ്ങനെയുള്ള ഏത് കമ്പ്യൂട്ടർ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എക്സൽ ബേസിക്സ് എന്നുള്ള ഒരു 3-4 ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മാറി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പോർഷനാണ് എക്സലിൻ്റെ ബേസിക്സുകൾ കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് എക്സൽ 2007 ഫീച്ചറുകൾ ഏതൊക്കെയാണ്. അതായത് പഴയ വേർഷനാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷമാണ് സിലബസ് റിവൈസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് മുമ്പുള്ള എക്സാം പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം 2003 ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ സിലബസ് റിവൈസ് ചെയ്ത സമയത്ത് 2003 എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ 2007 കടന്നു വന്നു. അപ്പോൾ പഴയ വേർഷൻസിനെ അപേക്ഷിച്ച് എക്സൽ 2007 എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എവിടെ ആവശ്യമുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റഡിയിൽ ആവശ്യമുള്ളതാണ്. അതായത് ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ബി ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് 4 ഓപ്ഷൻ തന്നിട്ട് ട്രൂ ഓർ ഫോൾസ് തരുന്നതും 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിലേതൊക്കെയാണ് ശരി തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻസ് തരുന്നതുമായിട്ടുള്ള 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് കാണുന്നതാണ് PSCയിൽ. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക്. പിന്നെ എക്സലിന് പകരമായിട്ട് ഇപ്പം മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. അതുപോലെ എക്സൽ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്, അത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ എക്സലിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ്, ഇത് മസ്റ്റായിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി എവിടേക്കാണ് കിടക്കണതെന്നൊക്കെ നമ്മൾ നോക്കും. എക്സലിൻ്റെ സോഫ്റ്റ്വെയർ ഓൺ ആക്കി തന്നെ നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, MS ഓഫീസ് പാക്കേജ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഓഫീസ് ഓട്ടോമേഷൻ, അത് അറിയേണ്ട കാര്യമാണ്. ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർക്കൊരു കുറേ വർഷം മുമ്പ് നമ്മളുടെ ഓഫീസുകളെല്ലാം എങ്ങനെയാണ്, എല്ലാം മാനുവൽ വർക്കിംഗ് ആയിരുന്നു. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് വേണമായിരുന്നു നമുക്കൊന്ന് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 days അല്ലെങ്കിൽ 2-3 daysനുള്ളിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, കമ്പ്യൂട്ടറൊക്കെ ഓഫീസിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുക, കൂടുതൽ കാര്യക്ഷമമാക്കുക, കൂടുതൽ സുതാര്യമാക്കുക എന്നീ പ്രവർത്തനങ്ങളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്ത് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓഫീസ് ഓട്ടോമേഷൻ, ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ ഓട്ടോമാറ്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓഫീസ് പ്രവർത്തനങ്ങളെ ഓട്ടോമാറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് പാക്കേജുകളുണ്ട്. അതിൽ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ്. ഇതിനകത്ത് ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഓഫീസിൻ്റെ പ്രവർത്തനത്തിനെ ഈസി ആൻഡ് കൂടുതൽ ക്യാപ്പബിൾ ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്താണ്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓഫീസിൻ്റെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ റിപ്പോർട്ട് ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സബ്മിഷൻ ടൈപ്പ് ചെയ്യാൻ, അങ്ങനെയുള്ള ടൈപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വേർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, എക്സൽ ആണ്.
ഒരു ഓഫീസിൽ കാൽക്കുലേഷൻ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്ര യൂണിറ്റ്, ഇത്ര ക്വാണ്ടിറ്റി, അതിൻ്റെ എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ കണക്ക് കൂട്ടുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ആഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിടുന്നത് അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ സമയം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള ഒരു ഓഫീസിനകത്ത് കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ഭാഗവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ, പവർ പോയിന്റ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ഓഫീസിൻ്റെ ഒരു ആനുവൽ പെർഫോമൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ഒരു ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഓരോ മാസവും ഇന്ന ഗ്രോത്ത് ഉണ്ടായി, ഓരോ മാസവും ഇന്ന ലോസസ് ഉണ്ടായി എന്ന് കാണിക്കുന്ന സമയത്ത് അതൊക്കെ വിഷ്വലി ഗ്രാഫിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ അത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ആ കാര്യം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്, പവർ പോയിന്റ്. നമ്മൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ആക്സസ് ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത് ആക്സസിനകത്താണ്. ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത് ആക്സസിനകത്താണ്. അതായത് ഒരുപാട് ഡാറ്റ നമ്മളിങ്ങനെ ഓരോ ഫീൽഡ് വെച്ച് സേവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫോം കൺട്രോളും ആക്റ്റീവ് കൺട്രോളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആക്സസ് നമ്മുടെ സിലബസിനകത്ത് അത്ര ചോദിച്ച് കാണുന്ന കാര്യമല്ല. സോ ഓർത്തിരിക്കുക, ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആക്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വൺ നോട്ട്. സാധാരണ നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ടാവും നോട്ട് പാഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റർ ആണ് വൺ നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത പേര് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂസ് ആയി പോകരുത്. അടുത്തതാണ് വൺ ഡ്രൈവ്. വൺ ഡ്രൈവ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവ് ആയിരിക്കും അല്ലേ. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ ഡ്രൈവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നഷ്ടപ്പെടുത്താതെ തന്നെ ഒരു ക്ലൗഡിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇമേജ്, അതുപോലെ തന്നെ നമ്മളുടെ വേണ്ടപ്പെട്ട ഫയൽസ് ഒക്കെ നമ്മളൊരു ക്ലൗഡിൽ സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ചെയ്തിട്ടാൽ കിട്ടും? ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതേ കാര്യം തന്നെ എനേബിൾ ആക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ്, MS ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മീറ്റിംഗ് ഇപ്പം ഒരു സ്ഥലത്ത് അല്ല വേറൊരു സ്ഥലത്താണ് നടക്കുന്നത്, ഒരു മീറ്റിംഗ് നടക്കണം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ എടുക്കാൻ മറന്നു എന്നുണ്ടെങ്കിലും നമ്മൾ വൺ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് തരുന്നതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്ലുക്ക്. നമുക്ക് ഈ ഓഫീസിൽ എന്തായാലും മെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഡെയിലി ബേസിൽ നമുക്ക് ഈ മെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സോഫ്റ്റ്വെയർ ആണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ടീംസ്. ടീംസ് പണ്ടോട്ടേയുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും കൂടുതലും ഈ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ടീംസിൻ്റെ ഉപയോഗം കൂടി വന്നത്. അല്ലെങ്കിൽ കോവിഡ് സമയം തൊട്ടാണ് ടീംസ് കൂടുതലായിട്ടും ഉപയോഗിച്ചേക്കണേ. അതായത് ഒരു കമ്പനി ബോർഡ് മീറ്റിംഗ് ഒക്കെ നേരത്തെ എന്തായിരുന്നു, ഡയറക്റ്റ് ബോർഡ് മീറ്റിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോഴെങ്ങനെയാണ്, എല്ലാം ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള വിർച്വൽ മീറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വിർച്വൽ മീറ്റിങ്ങിനൊക്കെ സഹായിക്കുന്ന MS ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ടീംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടീംസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ മോണിറ്റർ വെച്ചുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കി തരുന്നത് ടീംസ് ആണ്. ജസ്റ്റ് ഈ പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ യൂസ് ലെക്ചർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സൽ 2007 ബേസിക്സ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഓരോ പറയുന്ന പോയിന്റുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് എക്സൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത് എക്സൽ? സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, അതുപോലെ കാൽക്കുലേഷൻ, അതുപോലെ കമ്പ്യൂട്ടേഷൻ, ഗ്രാഫിങ്, പിവറ്റ് ടേബിൾ, ഈ ടോപ്പിക്കുകളൊക്കെ പിന്നെ റെഫർ ചെയ്ത് വരും. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ, അതുപോലെ ക്രിയേഷൻ, ചാർട്ട് ക്രിയേഷൻ, ഗ്രാഫ്, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എക്സൽ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ടോപ്പിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? മൈക്രോസോഫ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ MS ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റ് ആണ് എക്സൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ് ആണ് എക്സൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം, 2 ഇയർ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഇയർ ആണ് മാക്കിൽ റിലീസ് ചെയ്ത ഇയർ. എക്സൽ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് മാക്കിലാണ്. ആ റിലീസ് ഇയർ ഓർത്തിരിക്കുക, 1985 സെപ്റ്റംബർ 13. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം,
കളർ മാറ്റിയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തോ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മാക്കിലാണ് ഫസ്റ്റ് റിലീസ് ചെയ്തേക്കുന്നത് 1985 സെപ്റ്റംബർ 13. അടുത്ത ഇയറുമായിട്ട് വരുന്ന സമയത്ത് മാറിപ്പോവരുത്. എന്താണ്? വിൻഡോസിൽ റിലീസ് ചെയ്ത ഇയർ ആണ്. വിൻഡോസിൽ റിലീസ് ചെയ്ത ഇയർ ഓർത്തിരിക്കുക 1987 ആണ്. ഓക്കെ, 1987 ആണ്. അത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ 2 ഇയർ പറഞ്ഞു. 1985 എന്തായിരുന്നു? മാക്കിൽ റിലീസ് ചെയ്ത ഇയർ ആണ്. 1987 ഏതാണ്? വിൻഡോസിൽ റിലീസ് ചെയ്ത ഇയർ ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഓഫീസ് സ്യൂട്ട്. നമ്മൾ പറഞ്ഞു മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. വേർഡ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ്? എങ്ങനെയാണ് ഇത് എടുക്കുക? അതൊരു ചോദ്യമാണ് അല്ലേ? എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് PSCയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? ഒന്ന് നമുക്ക് മൗസ് വെച്ച് പോയിന്റ് ചെയ്യുന്ന കാര്യമാണ് പറയണത്. എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ മെനു വരും. അതിനകത്തുനിന്ന് ഓൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറേ മെനു വരും. അതിനകത്തുനിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും? അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ആക്സസ്, OneNote, OneDrive, ഗ്രൂവ് അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് കാണും. അതിനകത്തുനിന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സലിൻ്റെ വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പാത്ത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഓർഡർ ചോദിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ജമ്പിൾഡ് ഓർഡറിൽ തരുമല്ലോ. കഴിഞ്ഞപ്പോൾ റീസെൻറ്റ് നടന്ന എക്സാമ്പിൾ ഉണ്ടായിരുന്നു. എന്താണ്? ജമ്പിൾഡ് ഓർഡർ തരും. ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ജമ്പിൾഡ്. അന്ന് കണ്ടത് ഓർക്കുന്നത് സൂം സ്ലൈഡ് ചെയ്യുന്നതാണ്. സൂമിങ് കൂട്ടുന്നതും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ തരുവാണ്. ഒരു എക്സൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് ജമ്പിൾ ഓർഡർ ആയിട്ട് തന്നേക്കുക. ജമ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നേക്കുക. എന്നിട്ട് ഫൈൻഡ് ദി കറക്റ്റ് ഓർഡർ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റ് ഓർഡർ? എങ്ങനെയാണ്? ആദ്യം നമ്മൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ട് വരുന്ന മെനുവിൽ നിന്ന് നമ്മൾ ഓൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന മെനുവിൽ നിന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ്? എന്തെങ്കിലും കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലെക്ചർ ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് ഫയൽ എന്താണ്? ഇതൊരു ചോദ്യമാണ്. കൂടുതലായിട്ടും നമ്മൾ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും? എന്താണ് കൂടുതലായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക? വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ. എല്ലാ റാങ്ക് ഫയലിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ ഏത് എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർ എഴുതിയെടുക്കുക. ഏതാണ്? winword.exe. ഓക്കെ, winword.exe എന്ന് പറയുന്നതാണ് എന്തിൻ്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത്? വേർഡിൻ്റെ വേർഡ് 2007 സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത്? നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് ഉണ്ടല്ലേ? റൺ കമാൻഡ് ഡയലോഗ് ബോക്സ് ഇല്ലേ? റൺ. അപ്പോൾ അതിനകത്ത് ഇവിടെ നമുക്ക് കമാൻഡ് എഴുതി കൊടുക്കാം. അപ്പോൾ winword.exe എന്നാണ് നമ്മൾ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ഓപ്പൺ ആയിട്ട് വരും? വേർഡ് ഓപ്പൺ ആയിട്ട് വരും. ഇനി അതുപോലെ തന്നെ എക്സലിൻ്റെ സ്റ്റാർട്ട് ഫയൽ ആണ് പറഞ്ഞേക്കുന്നത് excel.exe. ഓക്കെ, excel.exe. അപ്പോൾ വേർഡിൻ്റെ പറഞ്ഞു, എക്സലിൻ്റെ പറഞ്ഞു. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, പവർ പോയിന്റ്. പവർ പോയിന്റിൻ്റേത് തെറ്റാൻ എളുപ്പമാണ്. പവർ പോയിന്റ് എന്ന് കൃത്യമായിട്ടില്ല. പവർ PNT.exe. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് പഠിക്കുക. അതായത് എന്താണ്? നമ്മളുടെ എക്സാമിൽ മാറിയും തിരിഞ്ഞും ചോദിക്കാം. സ്റ്റാർട്ട് ഫയൽ ഓഫ് വേർഡ് ചോദിക്കാം, സ്റ്റാർട്ട് ഫയൽ ഓഫ് എക്സൽ ചോദിക്കാം, സ്റ്റാർട്ട് ഫയൽ ഓഫ് എന്ത് ചോദിക്കാം? പവർ പോയിന്റ് ചോദിക്കാം. അപ്പോൾ വേർഡിൻ്റെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് എളുപ്പമായിട്ടുള്ളതാണ് winword.exe. ഇനി അതുപോലെ തന്നെ എക്സലിൻ്റെ ആണെന്നുണ്ടെങ്കിലോ excel.exe. പവർ പോയിന്റിൻ്റെ ആണെങ്കിലോ പവർ പോയിന്റ് എന്നില്ല, എന്തേ ഉള്ളൂ? പവർ PNT. ഇത് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ റയർ ആയിട്ട് ചോദിക്കുന്നതും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേര് തെറ്റിക്കുന്നതും ഈ ഒരു പവർ പോയിന്റിൻ്റെ കാര്യമായിരിക്കും. പവർ പോയിന്റ് എന്നില്ല, എന്താണുള്ളൂ? പവർ PNT എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണ്? 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് എക്സലിൻ്റെ ബേസിക് ആണ്. ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗം തന്നെ ഇപ്പം നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്ററിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ ആണെങ്കിലും സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സലിൻ്റെ സിലബസ് ഒത്തിരിയും ഉണ്ട്. അത്ര ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു എക്സൽ ബേസിക് എന്നുള്ളിടത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൽ ബേസിക്
ഫാക്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ എക്സൽ. എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിനെ പറയുന്ന പേര് എന്ത്? അതാണ് ഒരു ചോദ്യം. ഇത് തന്നെ പലതരത്തിൽ ചോദിക്കാം. എക്സലിൻ്റെ ഫയലിൻ്റെ പേരെന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്തും പഠിക്കാം, വേർഡും പഠിക്കാം, പവർ പോയിൻറ്റും പഠിക്കാം. അപ്പോൾ ആ ഒരു കണക്ഷൻ മാറിപ്പോവാത്ത രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുക. ഇവിടെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് സ്പ്രെഡ്ഷീറ്റ് എന്നോ ബുക്ക് 1 എന്നോ അങ്ങനെ പല കാര്യങ്ങളും തരും. അപ്പോൾ ഓർത്തിരിക്കുക, യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ എക്സൽ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബുക്ക്. അതിലൊരു വ്യത്യാസമില്ല, എപ്പോഴും അത് വർക്ക് ബുക്ക് തന്നെ ആയിരിക്കും. ഇനി വേർഡിൻ്റെ നോക്കുക. വേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിനെ പറയുന്ന പേരാണ്, ഞാൻ ഈ സൈഡിൽ എഴുതാം. വേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിൻ്റെ പേരാണ് ഡോക്യുമെൻ്റ്. ഇത് ഓൾറെഡി എല്ലാവരും പഠിക്കുന്നതാണ്. ദെൻ പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയോ പ്രസൻറ്റേഷൻ. അപ്പോൾ അത് ഓക്കെ. ഓക്കെ, അപ്പോൾ എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിൻ്റെ പേരാണ് എന്തെന്ന് പറഞ്ഞേ? എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യുണീക്ക് ഫയലിൻ്റെ പേരാണ് വർക്ക് ബുക്ക്. വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യുണീക്ക് ഫയലിൻ്റെ പേരാണ് എന്ത്? ഡോക്യുമെൻറ്റ്. ഇനി പ്രസൻറ്റേഷൻ എന്താണ്? പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യുണീക്ക് ഫയലിൻ്റെ പേരാണ് പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. അടുത്തത് ഡീഫോൾട്ട് ഫയൽ നെയിം. എക്സലിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ബുക്ക് 1 എന്നാണ്. ഇവിടെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഷീറ്റ് 1, അതുപോലെ വർക്ക് ബുക്ക് 1, സ്പ്രെഡ്ഷീറ്റ് 1, വർക്ക് ഷീറ്റ് 1 അങ്ങനെ കുറേ ഓപ്ഷൻസ് തരും. അതൊക്കെ തെറ്റിക്കാനായിട്ട് തരുന്നതാണ്. ഡീഫോൾട്ട് ഫയൽ നെയിം എന്ത് തന്നെയാണ്? ബുക്ക് 1 എന്നുള്ളതാണ്. അത് തെറ്റരുത്. ബുക്ക് 1 എന്നേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ വരത്തില്ല. ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയൽ നെയിം എന്താണ്? ബുക്ക് 1. ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ബുക്ക് 1 എന്നാണ് എക്സലിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം. ക്ലിയർ ആണ്? അവിടെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. ബുക്ക് 1 എന്നാണ് എക്സലിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്നുണ്ടെങ്കിൽ എന്താണ് വേർഡിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം? ഡോക്യുമെൻ്റ് 1 ആണ്. ഓക്കെ, ഡോക്യുമെൻ്റ് 1 എന്നുള്ളതാണ് എന്തിൻ്റെ ഫയൽ നെയിം? വേർഡിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഡോക്യുമെൻ്റ് 1. ഇനി നോക്കുക, അടുത്തത് എന്താണ്? പവർ പോയിന്റ് ആണ് അടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ? പവർ പോയിന്റിൻ്റെ എന്താണ്? പ്രസൻറ്റേഷൻ. ഓക്കെ, പ്രസൻറ്റേഷൻ 1 എന്നുള്ളതാണ് പവർ പോയിന്റിൻ്റെ എന്ത്? പവർ പോയിന്റിൻ്റെ എന്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്? ഡീഫോൾട്ട് ഫയൽ നെയിം. അപ്പോൾ അത് മൂന്നും കണക്ട് ചെയ്ത് പഠിക്കുക. എക്സലിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് 1 ആണ്. വേർഡിൻ്റേത് ഡോക്യുമെൻ്റ് 1 ആണ്. പവർ പോയിന്റിൻ്റേത് പ്രസൻറ്റേഷൻ 1 ആണ്. അപ്പോൾ യുണീക്ക് ഫയൽ പറഞ്ഞു, ഡീഫോൾട്ട് ഫയൽ നെയിം പറഞ്ഞു. അടുത്തത് എന്തായിരിക്കും? ഫയൽ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ എക്സലിൻ്റെ എക്സ്റ്റൻഷൻ ആദ്യം പറയാം. അപ്പോൾ എക്സലിൻ്റെ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? .xls എന്നാണ്. ഓക്കെ, .xls പിന്നെയും ഒരു എക്സ്. ഇത് 2007 വന്ന പുതിയൊരു കാര്യമാണ് കേട്ടോ. അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ അതെന്താണെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നോക്കുക, ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. .xls. നമ്മൾ എക്സലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. വേർഡിൻ്റെ ഡീഫോൾട്ട് എന്തായിരിക്കും? വേർഡിൻ്റെ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ എന്താണ്? .docx. പവർ പോയിന്റിൻ്റെയോ .pptx. അതുപോലെ തന്നെ പവർ പോയിന്റിൽ വരുമ്പോൾ നമുക്ക് 2 എണ്ണം പഠിക്കേണ്ടതായിട്ട് വരും. ppsx. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, എക്സലിൻ്റെ ഡീഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ബുക്ക് 1 ആണ്. ഡോക്യുമെന്റിലെ കേസ് വന്നപ്പോൾ അല്ലെങ്കിൽ വേർഡിൻ്റെ കേസിൽ വന്നപ്പോൾ എന്താണ് ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ? എന്താണ്? .docx എന്നാണ്. ഓക്കെ, എക്സലിലേത് .xlsx എന്നാണ്. വേർഡിന് എന്താണ്? .docx എന്നാണ്. ഇനി PPTയിൽ വന്ന സമയത്ത്, പവർ പോയിന്റിൽ വന്ന സമയത്ത് എന്താ? 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് PPTx ആണ്, ഒന്ന് PPSX ആണ്. അത് കൃത്യമായിട്ട് ചോദിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എന്താണ് PPT എന്ന് പറയുമ്പോൾ എന്താ? പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഫയലാണ്. ഓക്കെ, PPTX പ്രസൻറ്റേഷൻ. ഓർത്തിരിക്കുക, ഇതെന്താ? പവർ പോയിന്റ് സ്ലൈഡ് ഷോ അല്ലെങ്കിൽ പവർ പോയിന്റ് ഷോ എന്നുള്ളത് ഓർത്തിരിക്കുക.
ഇത് രണ്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീഫോൾട്ട് എക്സ്റ്റൻഷൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സൽ പറഞ്ഞു, വേർഡ് പറഞ്ഞു, പവർ പോയിന്റിന്റെ 2 എണ്ണം പറഞ്ഞു. ക്ലിയർ. ഇവിടെ നോക്കിയേ, ഡോട്ട് എക്സൽ എസ് എക്സ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ഡോട്ട് ഡി ഒ സി എക്സ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. പിന്നെ എന്തായിരുന്നു, ഡോട്ട് പി പി ടി എക്സ്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്. പിന്നെ ഡോട്ട് പി പി എസ് എക്സ്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്. സോ ഈ ഓരോ എക്സിനും ലാസ്റ്റ് വന്നിരിക്കുന്ന എക്സ് 2007 വേർഷനിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഈ ലാസ്റ്റ് എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ XML സ്റ്റാൻഡേർഡിന് വേണ്ടി നിലകൊള്ളുന്ന എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്യാരക്ടറാണ് എക്സ്. സോ ഇത് ചോദ്യമാണ്. കൂടുതലും ഇത് ഡോട്ട് ഡി ഒ സി എക്സിലെ എക്സ് എന്ത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അതേ ചോദ്യം തന്നെ ഈ ഡോട്ട് എക്സൽ എസ് എക്സിൻ്റെ ലാസ്റ്റ് എക്സ് എന്താണെന്നുള്ള രീതിയിലും പവർ പോയിന്റ് കാര്യം വന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഫോർ XML സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. XML സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ 2007 വേർഷൻസിനകത്ത് വെബ് പേജ് കണക്ടിവിറ്റി എനേബിൾഡ് ആണ്. അതായത് HTML ടാഗുകളും കാര്യങ്ങളൊക്കെ എനേബിൾഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ, ആ ഒരു ഫീച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് ലെറ്റർ എക്സ്റ്റൻഷൻ്റെ കൂടെ വന്നേക്കുന്നത്. പ്രീവിയസ് വേർഷൻസിൽ നോക്കുക, അതും കൂടെ കണക്ട് ചെയ്ത് നോക്കേണ്ടതാണ്. നോക്കിയേ, ഇപ്പോൾ 2007 എക്സ്റ്റൻഷൻസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. ഇനി നോക്കിയേ, പഴയ വേർഷൻസ് 2003, ഓക്കെ, അതായിരുന്നു പഴയ വേർഷൻ നമ്മളിതിനു മുമ്പ് പഠിച്ചത്. ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ ഡോട്ട് ഡി ഒ സി എക്സ് ആണ്. 2003 എന്തായിരുന്നു, ഡോട്ട് ഡി ഒ സി ആണ്. ഇനി എക്സൽ എന്തായിരുന്നു, ഡോട്ട് എക്സൽ എക്സ് ആണ് കേട്ടോ, ഇത് XL S എക്സ് ആണ്, ഡോട്ട് എക്സൽ എസ് എക്സ് ആണ്. ഇവിടെയോ ഡോട്ട് എക്സ് എൽ എസ് എന്നേ ഉള്ളൂ. ഇനി അടുത്തത് പവർ പോയിന്റിൽ ഡോട്ട് പി പി ടി എക്സ് ആണ്. 2003 ഡോട്ട് പി പി ടി ആണ്. ഇനി അടുത്തത് എന്താണ്, ഡോട്ട് പി പി എസ് എക്സ് ആണ്. ഇവിടെയോ ഡോട്ട് പി പി എസ് എന്നേ ഉള്ളൂ. ഇത് കോളം വരച്ച് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുമ്പം ആ ഒരു 2007 2003 ക്ലാസിഫിക്കേഷനും കൂടെ ക്ലിയർ ആവും. അപ്പോൾ 2007 ഡോട്ട് ഡി ഒ സി എക്സ് ഉണ്ട്, ഡോട്ട് എക്സൽ എസ് എക്സ് ഉണ്ട്, ഡോട്ട് പി പി ടി എക്സ് ഉണ്ട്, ഡോട്ട് പി പി എസ് എക്സ് ഉണ്ട്. എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. ഇനി 2003 വന്നപ്പോഴോ ഈ ലാസ്റ്റത്തെ എക്സ് ഇല്ല. കാരണം എന്താ, പഴയ വേർഷൻസിനകത്ത് XML കണക്ടിവിറ്റി എന്നുള്ളൊരു കാര്യം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. 2007 വേർഷനകത്ത് വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് XML കണക്ടിവിറ്റി. ദാറ്റ് മീൻസ് വെബ് പേജ് കണക്ടിവിറ്റി എന്നുള്ളത് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എന്താണ് എക്സ്റ്റൻഷൻസിൻ്റെ ചേഞ്ചും നമ്മൾ കമ്പയർ ചെയ്തു. 2007 2003 വേർഷനിൽ വന്നിട്ടുള്ള ചേഞ്ചും കണ്ടു. ഓക്കെ,